റംസാൻ മാസം കഴിഞ്ഞു ഇൻഷാ അല്ലാഹ്. എത്ര ദിവസത്തേക്കാണ്? 3 ദിവസത്തേക്ക് ഇൻഷാ അല്ലാഹ്. മൂപ്പര് ഇൻഷാ അല്ലാഹ് നമ്മളെ കൂടെ 10 ദിവസത്തോളം തിരുവനന്തപുരം ഉണ്ടായിരുന്നു. മാഷാ അല്ലാഹ് ഭയങ്കര ത്യാഗം ചെയ്ത് കുറേ രോഗമുള്ള അവസ്ഥയിലാണ് മൂപ്പര്. ഈ പ്രായത്തിലൊക്കെ അള്ളാഹിന്റെ മാർഗത്തിൽ യാത്ര വലിയ ഭാഗ്യമാണ്. തിരുവനന്തപുരം അംസാക്ക മാഷാ അല്ലാഹ്. അംസാക്ക എത്ര ദിവസത്തിനാണ്? 3 ദിവസത്തിന് ഇൻഷാ അല്ലാഹ്. 4 മാസം വരെ ഇൻഷാ അല്ലാഹ്. 3 ദിവസം 3 ദിവസം പോകാനുള്ള ആളുകൾ ഇപ്പോൾ അടുത്ത ആഴ്ച, അടുത്ത വെള്ളി ശനി ഞായർ 3 ദിവസം പോകുന്നുണ്ട്. അതിൻ്റെ പിറ്റേ വെള്ളി ശനി ഞായർ പോകുന്നുണ്ട്. 10 ദിവസത്തിനൊക്കെ പോകുന്നുണ്ട്. 3 ദിവസം പോകാനുള്ള ആഗ്രഹമുള്ളവർക്ക് ഇങ്ങോട്ട് മാറുന്നുള്ളൂ ഇൻഷാ അല്ലാഹ്. ഇങ്ങോട്ട് മാറുന്നുള്ളൂ ഇൻഷാ അല്ലാഹ്. ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് ഇരുന്നോളൂ ഇൻഷാ അല്ലാഹ്. ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് ഇരുന്നോളൂ. കുറേ സംസാരങ്ങൾ കേൾക്കലോ അല്ലെങ്കിൽ വലിയ പ്രസംഗങ്ങൾ കേൾക്കലോ അല്ല. നല്ല നല്ല പ്രസംഗങ്ങൾ ഏതിലുണ്ട്? CD-യിലുണ്ട് അല്ലേ? നല്ല ടോപ്പ് പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. ശരി, 3 ദിവസം പോകാൻ നീയത്തുള്ളവരൊക്കെ അങ്ങോട്ട് പോയിക്കോളൂ ഇൻഷാ അല്ലാഹ് അല്ലേ? ടോപ്പ് നല്ല നല്ല പ്രസംഗങ്ങൾ CD-യിലുണ്ട് അല്ലേ? നല്ല നല്ല പ്രസംഗങ്ങൾ കിട്ടും, നല്ല നല്ല ബുക്സ് കിട്ടും. ഒന്നും കൂടി അടുത്തേക്ക് ഇരുന്നു ഇൻഷാ അല്ലാഹ്. എത്രത്തോളം അടുക്കുന്നോ അത്രത്തോളം ഹൃദയങ്ങൾ അടുക്കാൻ കാരണമാവും. അപ്പോൾ വലിയ സംസാരം കേൾക്കലോ അല്ലെങ്കിൽ പ്രസംഗം കേൾക്കലല്ല. അസല് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകലാണ്. അസല് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനാണ്. ജീവിതത്തിലുണ്ടോ ഇല്ലയെന്ന് അള്ളാഹ് നോക്കുള്ളൂ. ഇത് എത്ര പ്രസംഗം കേട്ടിക്കണ്, അതിൻ്റെ മാർക്കിടലും അത് എങ്ങനെ ഉണ്ട് അതിനെപ്പറ്റി അളവെടുക്കണമെന്നല്ല. എല്ലാ ബുധനാഴ്ചയും മാഷാ അല്ലാഹ് ഇവിടെ ആളുകൾ കൂടുന്നുണ്ട്. അസല് ഇതിൻ്റെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടലാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട് ഇതിൻ്റെ പ്രാക്ടിക്കൽ ഉണ്ടാക്കുക. ഒരാൾ നീന്തം പഠിക്കുകയാണ്, ഒരാൾ നീന്തം പുസ്തകം നോക്കിയിട്ട് പഠിച്ച്, ഫുള്ള് പുസ്തകം നോക്കിയിട്ട് പഠിച്ച് അങ്ങനെ നേരെ കുളത്ത് പോയി ചാടി. എന്താ സംഭവിക്കല്? മുങ്ങൂലേ? ഈ ദുനിയാവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കടലത്തെ വെള്ളമാണ് ദുനിയാവ് എന്ന് പറയുന്നത്. കപ്പല് എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതം. കപ്പൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതം. നമുക്ക് എത്തേണ്ട അക്കരയാണ് എത്തേണ്ടത്. പക്ഷെ കപ്പൽ പോകണമെങ്കിൽ എന്താ ആവശ്യമാണ്? വെള്ളം ആവശ്യമാണ്. ആണല്ലേ? വെള്ളം ആവശ്യമാണ്. വെള്ളം ലക്ഷ്യമല്ല. ലക്ഷ്യം എന്താണ്? അപ്പുറത്ത് പോകലാണ്. ഇന്ന് നമ്മൾ ഈ കപ്പലേറ്റ് ദുനിയാവില് കപ്പൽ മുങ്ങിക്കുകയാണ്. എന്താ സംഭവിക്കുക? കപ്പൽ മുങ്ങിയിട്ട് കപ്പലിലുള്ള ആളുകളെല്ലാം കൂടി വെള്ളം കുടിക്കാൻ, നീന്താനും അറിയില്ല. എന്താ സംഭവിക്കുക? ഓനെ അക്കരത്ത് എത്തൂല എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ സ്വർഗത്തേക്ക് പോകേണ്ടവരാണ്. നമ്മുടെ യഥാർത്ഥ വീട് തറവാട് സ്വർഗമാണ്. പക്ഷെ നമ്മളെന്താണ്? ദുനിയാവിൽ കുടുങ്ങിക്കെടുക്കുകയാണ്. ദുനിയാവിൻ്റെ വസ്തുക്കളിൽ ദുനിയാവിൻ്റെ സമ്പത്ത് ഉണ്ടാക്കാൻ, ഇവിടെ പേരുണ്ടാക്കാൻ, ഇവിടെ പ്രസക്തി ഉണ്ടാക്കാൻ, ഇവിടെ അധികാരം ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ കുടുങ്ങിക്കെടുക്കുകയാണ്. പക്ഷെ ദുനിയാവിനെ നിഷേധിക്കേണ്ട. ദുനിയാവ് ആവശ്യം തന്നെയാണ്. പക്ഷെ ദുനിയാവ് എന്താണ്? അക്കരക്ക് എത്താനുള്ളതാണ്. ഇന്ന് നമ്മളെ കപ്പൽ എവിടെ കിടക്കാണ്? ഇവിടെ താന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സമയങ്ങൾ എന്താണ്? ഏറ്റവും നല്ല രീതിയിൽ ചെലവഴിക്കണം. ഈ അക്കരെ എത്തണം. നമ്മൾ ഈ ദുനിയാവ് തന്നെ നിന്നുകൊണ്ട് എന്തെങ്കിലും അക്കരെ എത്തണം. അതിനാണ് നമ്മളോട് പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി പറയുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മെഴുകുതിരി പോലെയാണ്. ഈ മെഴുകുതിരി എന്തായാലും ഒരു ദിവസം എന്താവും? കത്തിത്തീരും. തീരൂല? എന്തായാലും ഒരു ദിവസം തീരും. അതിലെങ്ങുണ്ടാവും? ഇടയിൽ കെട്ടുപോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആയുസ്സിനെ നൽകുമാറാട്ടെ. അതിൻ്റെ ഇടയിൽ ഈ മെഴുകുതിരി എവിടെ കത്തിച്ചു വെക്കുന്നതാണ് വിഷയം. മെഴുകുതിരി എവിടെ കത്തിച്ചു വെച്ചാലും കത്തൂലേ? മോശമായത് കണ്ടാലും അത് കത്തും. നല്ല ഖുർആൻ ഓതുന്നിടത്ത് വെച്ചാൽ അത് കത്തും. പിന്നെ മോശമായത് കളിക്കുന്നിടത്ത് വെച്ചാൽ അത് കത്തും. എല്ലായിടത്തും കത്തും. പക്ഷെ ഈ മെഴുകുതിരി ഉള്ള സമയം കുറേ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ കത്തിച്ചു വെക്കണം. അതുകൊണ്ട് നമ്മളോട് ഉലമാക്കൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറഞ്ഞ സമയം വീടുകളിൽ താലീമ് വായിക്കണം. ഹദീസ് ഇവിടെ ഗ്രന്ഥങ്ങളുണ്ട്. ഫളായില അമലുകൾ നിസ്കരിച്ചാൽ എന്താ കിട്ടുക? ഖുർആൻ ഓതിയാൽ എന്താ കിട്ടുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലിയാൽ എന്താ കിട്ടുക? ഇത് ഓരോ ദിക്റിനുള്ള പ്രതിഫലം. ഒരു മുസ്ലിമിനെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് എന്താ കിട്ടുക? ഉമ്മാനെ നോക്കിന്ന് എന്താ കിട്ടുക? ഇങ്ങനെയുള്ള കുറേ, അതേപോലെ എന്താ പറയുക, റംസാൻ്റെ ഹജ്ജിൻ്റെ ഒക്കെ പ്രതിഫലമുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ഇവിടെ നമ്മളെ കടകളിൽ വാങ്ങാൻ കിട്ടും. ഇതെന്തേലും വീടിൻ്റെ ഉള്ളിൽ വായിക്കണം. ഞങ്ങളുടെ നാട്ടിലെ ഒരു വില്ലേജ് ഓഫീസർ വന്നാണ്. ഞങ്ങളുടെ നാട്ടിലൊരു വില്ലേജ് ഓഫീസർ വന്നാണ്. ആ വില്ലേജ് ഓഫീസറായിട്ട് വന്നാണ്. അങ്ങനെ മൂപ്പര് നിസ്കാരം കഴിഞ്ഞാൽ, സുബൈ നിസ്കാരം കഴിഞ്ഞാൽ വീടാന്തരം കയറും. അങ്ങനെ വീടാന്തരം കയറുന്ന സമയത്ത് ഇതേപോലെ ഒരു വീട്ടിൽ കയറിയതാണ്. ആ വീട്ടിൽ കയറി അയാളുടെ ആ കേരളക്കാരനായിട്ട് ആ വീടുകളിൽ ദീനിയായ അവസ്ഥ ഉണ്ടായി. വീടിനുള്ളിൽ താലീമ് വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു കുട്ടീനെ ഹാഫിലാക്കി കഴിഞ്ഞാൽ 10 പേരെ സ്വർഗത്തിൽ റെക്കമെൻഡ് ചെയ്യും. ഒരു കുട്ടി ഹാഫിലായി കഴിഞ്ഞാൽ ഇതിൻ്റെ മഹത്വം. ഒരു കുട്ടി ഹാഫിലായാൽ എന്ത് കിട്ടുന്ന ഒരു മഹത്വം കേട്ടു. ഈ മഹത്വം കേട്ട് കാരണമായിട്ട് അവരെ കുട്ടികളെ ഹാഫിലിങ്ങളാക്കാൻ കാരണമായി.
അപ്പോ ഒരു വില്ലേജ് ഓഫീസർ മൂപ്പര് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഒരു നാട്ടിൽ വരണേ. അദ്ദേഹം ഡ്യൂട്ടിയോട് കൂടിയാണ് എന്ത് ചെയ്യാണ്, വീടാന്തരം കയറാണ്. അങ്ങനെ കയറുന്ന ഇടയിൽ ഒരു വീട്ടിൽ കയറി. ആ വീട്ടിൽ കയറിയപ്പോൾ ആ വീട്ടിലുള്ള ഒരു ദീനനുസരിച്ച് ജീവിക്കാൻ കാരണമായി. ആ വീട്ടിൽ അവർ സ്വന്തം മക്കളെ ആഫ്ലീങ്ങളാക്കി. ഇന്ന് ആ വില്ലേജ് ഓഫീസർ ഏതോ നാട്ടിൽ തഹസിൽദാറായിട്ട് വർക്ക് ചെയ്യണം. പക്ഷെ ഈ 3 കുട്ടികൾ, ഒരു കുട്ടി ആഫിലാകാന്ന് പറഞ്ഞാൽ തന്നെ എത്രയോ ഖുർആൻ ഓതിയാണ് പറഞ്ഞാൽ ആഫിലാകാൻ. അതിന്റെ പ്രതിഫലമൊക്കെ ആർക്ക് കിട്ടും? ഒരു വില്ലേജ് ഓഫീസർക്ക് കിട്ടും. എത്ര വലിയ പ്രതിഫലമാണ്. മൂപ്പർക്ക് അറിയില്ല ഈ വീട്ടിൽ ഇത്രയും വലിയ സമ്പത്ത് വരാണ്ടെന്ന്. കുറേ വീടുകൾ മുട്ടുന്ന നമ്മളെ മലപ്പുറം ജില്ലയിൽ നമ്മുടെ നാട്ടിൽ നടന്ന സംഭവമായി പറയുന്നത്. ദൂരെയുള്ള സ്ഥലമൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് ആ വീട്ടിൽ 3 ആഫ്ലീങ്ങളാണ്. ഇന്ന് അവരിൽ തന്നെ കുട്ടികൾ ആലിം കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ദീനിയായ ഒരു അന്തരീക്ഷം വീടുകളിൽ വന്നു. എത്രയോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതായി പോയി. നാട്ടിൻ്റെ ഉള്ളിൽ തന്നെ അവരുടെ കുടുംബത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഇല്ലാതായി കാരണമായി. അപ്പോൾ സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, ദീന് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ രീതിയിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ സമാധാനം, സന്തോഷം, റാഹത്തൊക്കെ വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വരുന്നതിന് മുമ്പ് മദീനയിൽ ഔസ് ഖസ്റജ് കുടുംബങ്ങൾ, ഗോത്രങ്ങൾ തമ്മിൽ ഭയങ്കര ഫൈറ്റായിരുന്നു, ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു, ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അതേപോലെ തന്നെ അവിടെ വരുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 3 വിഷയങ്ങളായിരുന്നു. എന്ത്? അവിടെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമായിരുന്നു. പിന്നെ എന്നും ഒരു രോഗം വരുമായിരുന്നു. പിന്നെ അവിടെ എത്ര കൃഷി ചെയ്താലും എന്ത് കിട്ടൂല, എത്ര കൃഷി ചെയ്താലും അവിടെ ലാഭം ഉണ്ടാവില്ല, ബർക്കത്ത് ഉണ്ടാവില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ ദഅവത്തിന്റെ പരിശ്രമമായിട്ട് മദീനയിൽ വന്നപ്പോൾ മദീനത്തെ സഹാബാക്കൾ അവരെ ഏറ്റെടുത്തു, അൻസാരികൾ അവരെ ഏറ്റെടുത്തു. പക്ഷെ അത് കാരണമായിട്ട് അവിടുത്തെ ആട്ടുമാടുകൾക്ക് എന്തായി, ആടുമാടുകൾക്ക് വേണ്ട പോലെ പാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. സ്ഥിരമായിട്ട് അവിടെ രോഗം വന്നിരുന്നു, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതാക്കി കളഞ്ഞു. അതേപോലെ തന്നെ അവിടുത്തെ കൃഷി എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ മക്കത്തേക്ക് പോയാലും ഈത്തപ്പഴം വാങ്ങാൻ എവിടുക്കാ പോലെ, മദീനത്തേക്കാ പോലെ അല്ലേ? ഹജ്ജിന് പോയാലും എല്ലാവരും ഈത്തപ്പഴം വാങ്ങാൻ എങ്ങോട്ടാ പോലെ? മദീനത്തേക്കാ പോലെ. കാരണം എന്താണ്? അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദീൻ ഏറ്റെടുത്ത കാരണമായിട്ട് അവിടെ ഈത്തപ്പഴം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. ആ സാധനം വാങ്ങാൻ അങ്ങോട്ട് പോകും. ഇപ്പം നമ്മുടെ അടുത്ത് സാധനം ഉണ്ട്, ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് തേങ്ങ ഉണ്ട്, അല്ലെങ്കിൽ റബ്ബർ ഉണ്ട്. ഈ റബ്ബർ നമ്മളേനെ ഇതാക്കി നമ്മളേനെ കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യണം. അതേസമയം മദീനയിൽ ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടിയിട്ട് ലോകത്തുള്ള ആളുകൾ മുഴുവൻ എങ്ങോട്ട് കൊണ്ടുവരികയാണ്? അങ്ങോട്ട് വരികയാണ്. ഇന്ന് തലമുറകളോളം അവർക്ക് ബർക്കത്ത് കൊടുത്തു. അതുകൊണ്ട് ഈ ദീനിന്റെ പരിശ്രമം നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ, ഈ ദീനനുസരിച്ച് ജീവിതം നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതേ ബർക്കത്ത് നമുക്ക് ദുനിയാവിൽ തരും, ഇതേ ബർക്കത്ത് തരും. പിന്നെ നാളെ നമുക്ക് എന്താവും? ഈ പറഞ്ഞ ആളുകളുടെ കൂടെ സ്വർഗത്തിലും പോകാനുള്ള തൗഫീഖ് കിട്ടും. നാളെ ഓരോ ആളുകളെ കൂടെ ഒരു കൗമിനായിട്ട് പോകാൻ പറ്റും, ഓരോ സമൂഹത്തിന് ആയിട്ട് പോകാൻ പറ്റും. എത്ര ആളുകൾ നമ്മൾ കാരണമായിട്ട് മാറുന്ന അതിന്റെ പ്രതിഫലം കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒത്തിരി പേർക്ക് ഹിദായത്ത് കൊടുത്തിട്ടുണ്ട്. ആരുടെ നോട്ടാണ് മാറ്റം വരാന്ന് പറയാൻ പറ്റില്ല, ആരുടെ പുഞ്ചിരിയാണ് മാറ്റം വരാന്നല്ല. ആളുകൾ ആഗ്രഹിക്കാണ്. ഇന്ന് ദീനില്ലായ്മ കൊണ്ട് ആളുകൾ കഷ്ടപ്പാടിലാണ്. നല്ല മക്കളെ കിട്ടുന്നില്ല, നല്ല ജോലിക്കാരെ കിട്ടുന്നില്ല. ഒരു ഡോക്ടർക്ക് ദീനില്ലെങ്കിൽ ഡോക്ടർ എന്താവും? കിഡ്നി അടിച്ചു മാറ്റും. ഒരു വക്കീലിന് ദീനില്ലെങ്കിൽ വെറുതെ കളവ് പറഞ്ഞ കേസ് ഉണ്ടാക്കും. ഒരു പോലീസിന് ദീനില്ലെങ്കിൽ വെറുതെ FIR ഇടും. പക്ഷെ അവൻ്റെ ഹൃദയത്തിൽ ദീനുണ്ടായാലോ അവന് നീതി പാലിക്കാൻ തുടങ്ങും. ഒരു വക്കീലാണെങ്കിൽ സത്യം പറയാൻ തുടങ്ങും. ഒരു ഡോക്ടറാണെങ്കിലോ അവന് ആവശ്യത്തിന് മാത്രം മരുന്ന് ചെയ്തോളൂ. അപ്പം എല്ലാറ്റിനും പരിഹാരം എന്താണ്? ദീനാണ്. അതുകൊണ്ട് ഈ ദീന് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും വീടിൻ്റെ ഉള്ളിൽ കുറഞ്ഞ സമയം താലീമ് വായിക്കണം, ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കണം. കാരണം നമ്മൾ മാഷാഅല്ലാഹ് ദീന് കേട്ടു, നമ്മൾ സ്ത്രീകൾ ഇത് കേട്ടിട്ടില്ലെങ്കിലോ അതേപോലെ തന്നെ നമ്മുടെ നാടുകളിൽ മാഷാഅല്ലാഹ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒത്തിരി ആളുകൾ വരുന്നുണ്ട്, ജമാഅത്തുകൾ വരുന്നുണ്ട്. നമ്മളെ നാട്ടിലേക്ക് അവർ വേറെ ഏതോ നാട്ടിൽ നിന്ന് വന്നാണ്. അതുകൊണ്ട് നമ്മൾ അവരെ കൂടെ സഹകരിക്കണം, അവരെ കൂട്ടിയിട്ട് നമുക്ക് പരിചയമുള്ള വീടുകളിലൊക്കെ പോകണം, എന്നിട്ട് അവരെ പരിചയപ്പെടുത്തി കൊടുക്കണം. ചിലപ്പോൾ നമ്മളെക്കാളും നല്ല ലെവലിൽ അവരെത്തിയിട്ടുണ്ടാവും. നേരത്തെ വില്ലേജ് ഓഫീസർ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ നമ്മൾ വീടുകളിൽ മാറിയ പോലെ എന്താവും, നമ്മളെ നാടുകളിൽ വരുന്ന ആളുകളെയും കൂട്ടിയിട്ട് അടുത്ത വീടുകളിലൊക്കെ പോയി അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. എന്ത് മാറ്റങ്ങൾ വരാൻ കഴിയില്ല. കാരണം ഇത് ഉമ്മുൽ അമലാണ്. എല്ലാ അമലുകളും ഉണ്ടാക്കുന്ന ഉമ്മയാണ് ദഅവത്ത് എന്ന് പറഞ്ഞ്. ഉമ്മ ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല? ഉമ്മ ഇല്ലെങ്കിൽ മക്കളുണ്ടാവില്ല. ബാക്കിയൊക്കെ എന്താണ്? ഇതിൻ്റെ മക്കളുകളാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ ഇരുന്ന് കാരണമായിട്ട് നമുക്ക് എല്ലാവർക്കും, ലോകത്തിലെല്ലാ ഓരോ മുസ്ലിമിനും പൂർണ്ണമായിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന അതേ രീതി ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. 5 നേരം ഇമാമും ജമാഅത്തെ ഈ പള്ളിയിൽ വന്ന് നമസ്കരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. മാഷാ അല്ലാഹ് അവസാനത്തെ 10 വരുന്നത്. ഇത്തികാഫിൻ്റെ സമയമാണ്.
അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ അവസാനത്തെ 10 കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ ഇത്തികാഫിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇതുണ്ടാവും. പൂർണ്ണമായിട്ട് ഇത്തികാഫിനുള്ളവർ അങ്ങനെ നിൽക്കും ഇൻഷാ അല്ലാഹ്. അതല്ലാത്തവർ അതിനനുസരിച്ച് അവർക്ക് എപ്പോഴാണ് സമയം തരും. ഇത്തികാഫിന് ഏറ്റവും നല്ല സ്വന്തം നാട്ടിൽ സ്വന്തം മഹലിലാണുള്ളത്. അല്ലാതെ ഇവിടെ ഈ പള്ളിക്ക് പ്രത്യേകിച്ച് പ്രത്യേകത ഒന്നുമില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നാട്ടിലത്തെ പള്ളി തന്നെയാണ്. പക്ഷേ ഇത്തികാഫ് ഇരിക്കുന്നതിനെ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ രീതികൾ എന്തൊക്കെയാണൊക്കെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ആദ്യത്തെ പ്രാവശ്യം ഇവിടെ വന്നിട്ട് പഠിച്ചിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം എന്താ ഈ സ്വന്തം നാടുകളിൽ പോയിട്ട് നാട്ടിലത്തെ പള്ളിയിൽ എന്താ ഇരിക്കും ഇത്തികാഫ് ഇരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കബൂൽ ചെയ്യുമാറാണ്.